ലോക യോഗാ ദിനം. നിത്യജീവിതത്തിൽ യോഗ കൊണ്ട് നമുക്ക് എത്രമാത്രം ഗുണപ്രദമാണ്, അത് മാനസികമായാലും ശാരീരികമായാലും. കുറച്ചധികം പേർക്ക് ഈ യോഗയെക്കുറിച്ച് അജ്ഞതയുണ്ട്. എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് യോഗയുടെ പ്രാധാന്യം എന്നൊക്കെ ഇനിയും ആളുകളിലേക്ക് എത്താനുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഈ യോഗാ ദിനത്തിൽ യോഗയുടെ ഇമ്പോർട്ടൻസ്, അതും നമ്മുടെ നിത്യജീവിതത്തിൽ എത്രമാത്രമാണെന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലുള്ള ഡ്രീംസ് വെൽ ക്ലിനിക്കിലാണ്. നമ്മളോടൊപ്പം യോഗ ട്രെയിനറും കൂടി ചേരുന്നുണ്ട്. ജയശ്രീ ടീച്ചർ, നമസ്കാരം. നമസ്കാരം. ഇന്ന് എനിക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട്. ഇതെന്റെ സ്വന്തം ടീച്ചർ കൂടിയാണ്, യോഗ ടീച്ചറാണ്. അപ്പോ എന്തായാലും ടീച്ചറെ, ഈ ഒരു യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം, അത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണുള്ളത്? 2014 ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു യോഗാ ദിനമായിട്ട് ആചരിക്കണമെന്ന് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ 2024 യോഗാ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വയം സമൂഹത്തിനു വേണ്ടിയും എന്നാണ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് മെച്ചപ്പെടുന്നതോറും അത് നമ്മുടെ സമൂഹത്തെയും കൂടി മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത്. ആന്തരികമായുള്ള സന്തോഷം, സ്വയം പരിചരണവുമാണ് നമ്മളെപ്പോഴും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കുക. നമുക്ക് സ്വയം സന്തോഷിച്ചാൽ മാത്രമാണ് ചുറ്റുമുള്ളവരെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ യോഗ കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണമെന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ്. അത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ യോഗാ ദിനം കൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും യോഗാ ദിനമായി ആചരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ടെൻഷൻ ആയിരിക്കും. മനുഷ്യർക്ക് ഓരോ സമയം ടെൻഷൻ അടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പം ഇത് യോഗയെ എത്രമാത്രം ഈ യോഗ കൊണ്ട് നമുക്ക് ഈ ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മുടെ മിക്ക അസുഖങ്ങൾക്കും കാരണം, അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാനസികാരോഗ്യമില്ലായ്മയാണ്. അപ്പൊ ഈ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെഡിറ്റേഷൻ ആ ഒരു ലെവലിലോട്ട് വരുന്തോറും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ തന്നെ നമുക്ക് മാനസികാരോഗ്യം കൈവരിക്കാൻ സാധിക്കും. നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ ഈ യോഗയിലൂടെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു അച്ചടക്കവും ഒരു പക്വതയും കൈവരിക്കാനായിട്ട് യോഗ കൊണ്ട് വളരെയധികം സഹായിക്കും. അതിന് നമുക്ക് ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്, പിന്നെ ഒരുപാട് ആസനങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ അതിങ്ങനെ പതുക്കെ ചെയ്ത് പിന്നെ നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുവഴി നമുക്ക് അങ്ങനെ ഒരു മാനസികാരോഗ്യം കൈവരിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ മോഡേൺ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യോഗ അതിനേക്കാളും എത്രമാത്രം മെച്ചപ്പെടുന്നുണ്ട്? യോഗ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് എന്താ പറയാ, നമ്മുടെ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കാർഡിയോ രീതി അങ്ങനെയുള്ള രീതിയിലേക്കാണ് ജിം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നത്. യോഗയിൽ നിന്ന് അതൊക്കെ തീരെ വ്യത്യസ്തമാണ്. നമുക്ക് രണ്ടിനെയും കൂടി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. യോഗ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാനസികാരോഗ്യത്തിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുക, അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള അസുഖങ്ങൾ റിമൂവ് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ യോഗ ഇമ്പോർട്ടന്റ് കൊടുക്കുക. ജിമ്മ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് വർക്കൗട്ട് സൂമ്പ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇതിന് വ്യത്യസ്തമാണ്. നമ്മൾ കൂടുതൽ മസിൽ സ്ട്രെങ്ത് മസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് തന്നെയാണ്, അത് ശരിക്കും കമ്പയർ ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ട് രീതിയാണ്. പിന്നെ യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം സ്വന്തമായിട്ട് അഹങ്കരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഭാരതത്തിന്റെ സ്വന്തമാണ് യോഗ. ബാക്കിയുള്ള നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്വന്തമാണ്. നമുക്ക് ഇതിനകത്ത് കുറെ കാര്യം ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ കുറെ കാലം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മളോടൊപ്പം മറ്റൊരു യോഗ ടീച്ചറും കൂടി ചേരുന്നുണ്ട്, ആൻഡ്രോസും എന്റെ യോഗ ടീച്ചർ കൂടിയാണ്. അതും ഒരു സന്തോഷം. എന്റെ രണ്ട് ടീച്ചർമാരോടൊപ്പം ലൈവ് നിൽക്കാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. ടീച്ചറെ, നമ്മൾ ഈ ഒരു യോഗ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജയശ്രീ ടീച്ചർ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം കൃത്യമായി ഈ യോഗ ചെയ്യണം, അതും വലിയൊരു കാര്യമാണ്. ഇപ്പൊ പലരും ഈ യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ യോഗ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവില്ല, അത് കാരണം നമുക്ക് ചിലപ്പോൾ നടുവേദന വരും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ കൃത്യമായ ഒരു ട്രെയിനറിന്റെ അടുത്ത് വന്ന് തന്നെയാണോ നമ്മളൊരു യോഗ പഠിക്കേണ്ടത്? അതെ, കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷനോട് കൂടി തന്നെ വേണം യോഗ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അത് നട്ടലിനോ അല്ലെങ്കിൽ നെക്കിനോ ഒക്കെ സ്ട്രെയിൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ടർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പൊസിഷൻ കറക്റ്റ് ആവും. അപ്പൊ കറക്റ്റ് നമുക്ക് ചെയ്യാനും പറ്റും.
ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ജോയിന്റ്സിനൊക്കെ പിന്നീട് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർ കുറച്ച് സൗന്ദര്യം കുറച്ചുകൂടി പുരുഷന്മാരെക്കാളും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കുറച്ച് തടിയുള്ള അമിതവണ്ണം ഉള്ളവരൊക്കെ ആയാലും അവർക്ക് യോഗ ചെയ്താൽ തടി കുറയാം, ഒരു പരിധി വരെ തടി കൺട്രോൾ ചെയ്യാൻ കഴിയോ? കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാസന വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ നമ്മുടെ ഈ ഒരു ടെൻഷൻ വരുമ്പോ പ്രധാനമായിട്ടും ജോലി സ്ഥലത്തെ ടെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ടെൻഷൻ, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ആസനം ഏതായിരിക്കും? പ്രാണാസനം. അത് പ്രേക്ഷകർക്കായി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? നമുക്ക് ടീച്ചർമാര് നമുക്ക് കാണിച്ചു തരും. നമുക്ക് ടെൻഷൻ വന്നിരിക്കുമ്പോൾ പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും അല്ലെ? ഇത് ആർക്കും യോഗ പഠിക്കണം എന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ടെൻഷനൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗാസനം, പ്രാണാസനം. നമുക്ക് ഒന്ന് കാണാം. ഇതിപ്പോൾ നമ്മള് മാനസികമായും ഒപ്പം തന്നെ ഫിസിക്കലി ഒക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു പൊസിഷൻ തന്നെയാണ് അല്ലെ? ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രീത്തിങ് കറക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്, ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാവണം. കാരണം കറക്റ്റ് ആയിട്ട് ആ ബ്രീത്തിങ് ഇൻഹെയിൽ ചെയ്യേണ്ട എക്സെയിൽ ചെയ്യേണ്ടത് കറക്റ്റ് ആയിരിക്കണം. അത് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അതുള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ബ്രീത്ത് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്താ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോ ബ്രീത്തിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ കാരണം കോവിഡ് വന്നപ്പോൾ നമ്മൾ കൂടുതൽ എഫക്ട് ചെയ്തത് ലങ്സിനെയാണ്. അപ്പൊ ആ ലങ്സിന്റെ കപ്പാസിറ്റി ബ്രീത്തിങ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ യോഗ ചെയ്യുന്നതിലൂടെ ലങ്സിനെ വളരെയധികം ഹെൽത്തി ആക്കും. അതിനാണ് നമ്മൾ ബ്രീത്തിങ് കറക്റ്റ് ആക്കണം എന്ന് പറയുന്നത്. അത് കോവിഡ് വന്നപ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്തതും ലങ്സിനെ തന്നെയാണല്ലോ എഫക്ട് ചെയ്തത്. അതൊക്കെ യോഗനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് PCOS ഇപ്പൊ വലിയ രീതിയിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പുറത്തു നിന്നുള്ള ആഹാരം അല്ലെങ്കിൽ കൃത്യമായി ഈ എക്സസൈസ് ഒന്നും ചെയ്യാത്തത് വലിയൊരു പ്രശ്നമാണ്. അപ്പോ ഈ PCOD അല്ലെങ്കിൽ PCOS ഉള്ളവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം ഉറപ്പായിട്ടും ഫുഡ് തന്നെയാണ്. ഫുഡ് ചേഞ്ച് എപ്പോഴും നമ്മുടെ ആരോഗ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒപ്പം തന്നെ യോഗയിലൂടെ മാറ്റാം. നമുക്ക് ശലഭാസനം എന്ന് പറയുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ PCOD മാറാനായിട്ട്, ക്യൂർ ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് അതൊന്ന് കണ്ടാലോ? അല്ലെ, ശലഭാസനം അതെങ്ങനെയാണ് ചെയ്യുന്നത്? കാണിച്ചത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് അതൊന്ന് പറയാൻ തോന്നും. എങ്ങനെയാണ് കാലിന്റെ പൊസിഷനും? കാല് രണ്ടും ചേർത്ത് വെക്കാൻ നന്നായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ പോർഷനിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് രണ്ട് തുടകളും ഇങ്ങനെ നന്നായിട്ട് മേലിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇത് മെയിനായിട്ട് PCOD എന്നൊക്കെ പറയുന്നത് യൂട്രസിന്റെ വാളിന്റെ തിക്നെസ് കൂടുക, അല്ലെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുക. ആ സമയത്താണ് നമുക്ക് ഈ PCOD, പീരീഡ്സ് ഇറഗുലർ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മെയിനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, അവിടുത്തെ ആക്ടിവിറ്റി കൂട്ടും നമ്മുടെ. അപ്പോൾ അതുവഴി എന്താ പറയുക, നമ്മുടെ ആ തിക്നെസ് കുറയുക, പിന്നെ നമ്മുടെ പീരീഡ്സ് കറക്റ്റ് ആവുക, ബാക്കി ഹോർമോണൽ ചേഞ്ചസ് വരാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ള
ആസനങ്ങൾ മെയിനായിട്ട്, അതായത് ഈ ആക്റ്റീവായിട്ട് നമ്മുടെ എപ്പോഴും ഈ ഏരിയ ആക്റ്റീവായിട്ട് കൊടുക്കുക. അതൊരു അങ്ങനത്തെ ഉള്ള യോഗകളാണ് കൂടുതലും PCODക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. ഒരു പോസ്റ്റ് ഇതിപ്പോ ഏതാ? ഇതും യൂട്രസ്, ഹെൽത്തി യൂട്രസിനായിട്ടുള്ള വർക്കൗട്ട്സ് ആണ്, യോഗയാണ്. യോഗ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക സ്ലോലി. പിന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പോർഷൻ അത്ര ആക്റ്റീവ് ആവും, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരും. ഇതുവഴി നമ്മുടെ അവിടുത്തെ ഉള്ള പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എത്ര സെക്കൻഡാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്? അത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടാണ്. ഓരോരുത്തർക്കും എങ്ങനെയാണ് ചെയ്യാൻ പറ്റാതെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പം എല്ലാവർക്കും കുറേ നേരം ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവരുടെ കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് കൊടുക്കുക. ഈ യോഗ ചെയ്യുന്നതിന് നമുക്കൊരു പ്രായമുണ്ടോ? അത് ഇത്ര പ്രായമുള്ളവർക്കേ ചെയ്യാം? യോഗ ചെയ്യാനായിട്ട് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇപ്പൊ കിഡ്സ് യോഗയുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ യോഗയുണ്ട്, മുതിർന്നവരുടെ, നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് യോഗ എന്ന് പറയുന്നത്. ചില പോസ്റ്റർ ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള അത് അവർക്ക് ഗ്രാജുവലി കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ചിലർ പറയോ എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അത് ഗ്രാജുവലി നമുക്ക് ഒരുപാട് സഹായിക്കും. ഫ്ലെക്സിബിലിറ്റി ആണ് ആക്ച്വലി യോഗ. ഒരിക്കലും നല്ല വണ്ണമുള്ള ഒരാൾക്ക് യോഗ, പലരും പറയാൻ കേട്ടിട്ടുണ്ട് നല്ല വണ്ണമുണ്ട് എനിക്ക്, അതുകൊണ്ട് എൻ്റെ തല മീൻസ് നിലത്ത് മുട്ടിച്ച് പൊങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി യോഗ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മുടെ നട്ടലിൽ നിന്നൊരു ഫ്ലെക്സിബിൾ ആവണം, അതനുസരിച്ചിട്ട് നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടീസാണ് ആക്ച്വലി യോഗ എന്ന് പറയുന്നത്. അത് ബ്രീത്തിങ് കറക്റ്റ് ആയിട്ട് വരാ, ബ്രീത്തിങ്ങിനൊപ്പം തന്നെ പോസ്റ്റ് കറക്റ്റ് ആയിട്ട് വരാം, അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രായം, വണ്ണം ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യം ഇതിനൊരു തടസ്സമേ അല്ല. സാധാരണ നമുക്ക് യോഗാസനം എന്ന് പറയുമ്പോൾ പലരും, ഇപ്പൊ നമ്മൾ യോഗ പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ പലരും കളിയാക്കുന്നത്, നീ ശവാസനം ചെയ്യാനല്ലേ പോകുന്നത്, അതാകുമ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ അങ്ങ് കിടന്നാൽ മതിയല്ലോ എന്ന് കളിയാക്കി പറയും. പക്ഷെ അങ്ങനെ ഒരു കളിയാക്കേണ്ട ഒരു ആസനമാണോ ഈ ശവാസനം? ശവാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തല, അതായത് ഓരോ ഭാഗവും റിലാക്സ് ചെയ്യാണ് ശവാസനത്തിലൂടെ ചെയ്യുന്നത്. അതിലൂടെ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും ടെൻഷനായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ നാഡി ഞരമ്പുകൾ റിലാക്സ് ചെയ്യാണ് അതുവഴി. കണ്ണ്, ചെവി, മൂക്ക്, വായ, തൊണ്ട, അങ്ങനെ നമ്മുടെ ശരീരം എത്രയോ പാർട്സ് ഉണ്ട്, അത് ഫുള്ള് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിരലുകൾ ഭയങ്കര ഫ്രീ ആയി, നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താന്നുള്ളതാണ് ശവാസനം കൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷെ മിക്ക ആൾക്കാർക്കും ആ ഒരു അനുഭൂതി കിട്ടാറില്ല. പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഈവൻ ഒരു മിനിറ്റ് കണ്ണടച്ചാൽ പോലും നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ എത്തണമെങ്കിൽ പോലും അതിനൊരു കഴിവ് വേണം. അല്ലാതെ ഇപ്പോ പെട്ടെന്ന് കിടന്ന് അപ്പൊ തന്നെ നമ്മള് ശവാസനത്തിലേക്ക് ഒരിക്കലും, പിന്നെ കളിയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു അനുഭൂതിയാണ് ശവാസനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു സീറോ മൈൻഡിലേക്ക് എത്താന്ന് പറയണതും ഒരു ഭാഗ്യമാണ്. നമ്മളൊന്നും ചിന്തിക്കാതെ ഒരു സീറോ മൈൻഡായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിചാരിച്ചിട്ട്. സാധാരണ ശവാസനമൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് ഇഷ്ടമുള്ള എന്തെങ്കിലും വിചാരിക്കുക, അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു അനുഭൂതിയാണ്. അത് കളിയാക്കേണ്ട ഒരു കാര്യമല്ല ഒരിക്കലും. അപ്പം ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു, അതിപ്പോ നമ്മൾ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു, ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് വരെ അവരെ തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ യോഗ ചെയ്യുന്നതിലൂടെ അത് നമുക്ക് എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും? അത് ഈ പ്രഗ്നൻസിന്റെ, അതായത് പ്രഗ്നന്റ് ഇപ്പൊ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ചെയ്യണമോ, അതോ ഈ ഇത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ? യോഗ എപ്പോൾ വേണമെങ്കിലും ചെയ്തു തുടങ്ങാം. കാരണം ബ്രീത്തിങ്, നേരത്തെ പറഞ്ഞല്ലോ ബ്രീത്തിങ് ആണ് യോഗ എന്ന് പറഞ്ഞത്. അപ്പൊ ബ്രീത്തിങ് ഇമ്പ്രൂവ്മെന്റ് ആക്കി തുടങ്ങി അത്ര ഓക്സിജൻ സപ്ലൈ കൂടി വരാം, കുട്ടിയെ ഹെൽത്തി ആയിട്ടിരിക്കുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. യോഗ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ദേഷ്യമാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, വിഷമമാണെങ്കിൽ അത് എന്ത് ഫീലിംഗ് ആയിക്കോട്ടെ. അതിനാണ് മെയിനായിട്ട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ സമയത്തൊക്കെ നമ്മൾ യോഗ ചെയ്യണം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു ഇടവേള പോയിട്ട് വരാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ഏത് നമ്മൾ എടാ, തലമുട്ടലല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗയുടെ ഇമ്പോർട്ടൻസ് അതൊരു ദിനത്തിൽ മാത്രം ആഘോഷിക്കേണ്ടതോ അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മൾ നിത്യജീവിതത്തിൽ യോഗ എന്നുള്ളൊരു സംഭവം അത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ്. നമ്മുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരുപാട് ഇംപ്രൂവ് ആവാനും നമുക്ക് കുറച്ച് റിലാക്സേഷൻ തരാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് യോഗ കൊണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായി ഞാനിപ്പോൾ ഉള്ളത് ഡ്രീം വെൽനെസ്സിലാണ്. ഇവിടെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കുറിച്ച് ഇത്രയും നേരം യോഗയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പല പല ആസനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചറെ, നമുക്ക് എനിക്കൊന്ന് 2-3 ആസനം കൂടി പരിചയപ്പെടുത്തോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കാരണം കൂടുതൽ എളുപ്പത്തിൽ ഇപ്പൊ നമ്മുടെ മാനസികമായി അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പീരീഡ്സ് അതല്ലേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് വേണ്ടിയിട്ട് 2-3 ആസനങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ PCODയും PCSും ഒക്കെ നമുക്ക് PCODയും PCSും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതിന് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? ഒരു ട്രെയിനറിന്റെ അടുത്ത് പോയി അത്രയും സമയമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. ടീച്ചർ, എനിക്ക് തോന്നുന്നു നമുക്ക് അതൊന്ന് എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ടീച്ചറെ, നമുക്ക് പറഞ്ഞുകൊണ്ടൊന്ന് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതലിലേക്ക് നമ്മൾ ചെയ്യുന്നത് ബന്ധകോൺ ആസനമാണ്. ഫുഡ് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. ദെൻ ബോഡി സ്ട്രൈറ്റ് ചെയ്തേ ലോക്ക് ചെയ്ത് വയ്ക്കാം. സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാം. ദെൻ ടോസ് ടച്ച് ചെയ്ത് വയ്ക്കാം. റിലാക്സ് ചെയ്തിടാം. ഇത് ആക്ച്വലി യൂട്രസിന് നല്ലതാണ്. നോർമലി നമ്മൾ ബട്ടർഫ്ലൈ പോസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എഫക്റ്റീവാണ് ബന്ധകോണാസന. PCOD ഇതിനെല്ലാം ബെറ്ററാണ്. മസിൽസൊക്കെ ശരിക്കും കറക്റ്റാവും. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ സർക്കുലേഷൻസൊക്കെ നന്നായിട്ട് സെറ്റാവും. ടോട്ടലി ബെനഫിഷ്യലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലെഗ്സ് ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കാം. നീസ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ദെൻ ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് കൈകൾ സൈഡിൽ കൂടി ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് അപ്പ് ചെയ്യാം. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ടോസിൽ ടച്ച് ചെയ്യാം. ഫോർ ഹെഡ് നീസിൽ ടച്ച് ചെയ്യുക. ദെൻ ഹോൾഡ് ചെയ്യാം. ഇത് നമ്മൾ എത്ര തവണ ചെയ്യണം ഒരു ദിവസം? നോർമലി നമ്മളിത് ഒരു 10 times ഒക്കെ ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പം ഈ ആളുകൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ കൃത്യമായൊരു ഷിഫ്റ്റ് ഇല്ല, പല പല ഷിഫ്റ്റിലൊക്കെ വരുന്നവർക്കായാലും ഇത് ചെയ്യാൻ ഒരു കൃത്യ സമയം കിട്ടില്ല. സാധാരണ നമ്മൾ യോഗ ചെയ്യുമ്പോൾ രാവിലെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ തന്നെയാണോ? വൈകുന്നേരം ചെയ്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നോർമലി നമ്മളൊരു 4:30 to 5 ഇൻ ബിറ്റ്വീനിലാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത്. പക്ഷെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ടൈമിൽ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻ ആണല്ലോ. നോർമലി നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. വിഷയമില്ലത്. ഇപ്പം ഈ യോഗ ചെയ്യുന്നതിന് മുൻപും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമലി നമ്മൾ യോഗ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ട്രെയിനറുടെ അടുത്ത് പോയി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിലിരുന്നൊന്നും ഇപ്പോൾ ചെയ്യാതെ മീൻസ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നീസ് പെയിൻ അതുപോലെ ബാക്ക് പെയിൻ ഒക്കെ വരും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൗകാസന നമ്മൾ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പക്ഷെ ചില ആളുകൾക്ക് നോർമൽ നൗകാസന പോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ട്രെയിനറുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പെയിനോ നീസ് പെയിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് നമ്മൾ
വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതായിരിക്കും പലരും പറയുന്നത് യോഗ ചെയ്തിട്ട് എനിക്ക് ബാക്ക് പെയിൻ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, നിർത്തി നിൽക്കുക. അത് തെറ്റായ പോസ്റ്ററിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം അതൊരു മീൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് ഇപ്പൊ ഒരു യോഗാസനം വരുമ്പോ അതില് ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും ബ്രെത്ത് ഹോൾഡ് ചെയ്യും ഇതെല്ലാം വരുന്നതാണ് ഒരു യോഗാസനം വരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആ ഒരു പോസ്റ്റർ കീപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് ബ്രെത്ത് ഹോൾഡ് ചെയ്ത് കീപ്പ് ചെയ്യുമ്പോൾ ഓക്കെ അത് നമുക്ക് ബോഡിയിൽ അതനുസരിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ മൈൻഡും മസിൽസ് ഒക്കെ കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യണത് കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലതാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ യോഗ ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചു വന്നിരുന്ന് നമ്മൾ യോഗ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിൽ ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നോർമലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായാലും യോഗ ചെയ്യണതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ കുടിക്കുമ്പോഴും അറ്റ് എ ടൈം കുറെ കുടിക്കാതെ ഇടയ്ക്കിടക്കായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നല്ലാതെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ടൈമിൽ തന്നെ കുറെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോർമലി നമുക്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്യാസ്ട്രിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഫുഡ് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒപ്പം ഈ പ്രധാനമായിട്ട് ഇപ്പൊ പുരുഷന്മാരായാലും സ്ത്രീകളൊക്കെ അവരെ ഏറ്റവും കൂടുതൽ പറയുന്നത് എനിക്ക് ഭയങ്കര വയറാണ്, കൊടവയറാണ്, വയറ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറയുന്ന അല്ലെ, നമ്മുടെ ബോഡി ഫുൾ നമ്മുടെ ഫാറ്റ് പോയതിനു ശേഷം മാത്രമല്ലേ. ഇപ്പൊ ആപ്സിന് ആയാലും നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇപ്പോ ലെഗ്സ് ആയാലും റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഈ വയറ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനം ഏതായിരിക്കും? യോഗാസനം അത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാനല്ല, ഒരു മിക്ക യോഗാസനത്തിലും ആപ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നൗകാസനയിൽ വരുന്നുണ്ട്, അതുപോലെ ഒരു മിക്ക ഇപ്പോ ബന്ധകോണം നമ്മളിപ്പോ ചെയ്തതിലും എല്ലാത്തിലും വരുന്നുണ്ട് ആപ്സ്. ഫുൾ ബോഡി വരുന്നുണ്ട്, വയറിന് മാത്രമായിട്ട് നമുക്ക് മീൻസ് എല്ലാനും വരുന്നുണ്ട്. നൗകാസനയിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ശരിക്കും ഷിവറിങ് ഫീൽ ചെയ്യും, നമുക്കത് ഫീൽ ചെയ്യും. നമ്മള് ഒപ്പം ബ്രീത്തിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ചിലവരിങ്ങനെ ഭയങ്കര വേഗത്തിൽ ബ്രീത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഓരോ ആസനങ്ങളും അതിനെ ആശ്രയിച്ചിട്ടായിരിക്കോ ഈ ബ്രീത്തിങ് പല രീതിയിലായിരിക്കോ? അതെ അതെ. ഇപ്പൊ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മിനിറ്റിൽ വരുവാണെങ്കിൽ 16 to 20 ഇൻ ബിറ്റ്വീനിലാണ് ബ്രീത്തിങ് റേറ്റ് വരുന്നത്. പക്ഷെ നമ്മളൊരു യോഗ ചെയ്യുന്ന ഒരാള് ഒരു 5 to 8 അങ്ങനെ വരുന്ന മനസ്സിലായോ. മാക്സിമം സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ബോഡിക്ക് നല്ലത്, മനസ്സിലായോ. പെട്ടെന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യരുത്. നമ്മൾ മാക്സിമം എവിടെയെങ്കിലും ഒരു ടൈം കിട്ടിയാൽ പോലും നമ്മൾ അതിനാണ് പ്രാണായാമ, ഒരു 15 തന്നെയുണ്ട് പ്രാണായാമ, മനസ്സിലായോ. അപ്പോൾ സ്ലോലി ബ്രീത്തിങ് ചെയ്യാം, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യാം. മീൻസ് നമ്മൾ ആസ്വദിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. കാരണം ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ടാണ്. മീൻസ് നമ്മൾ ജീവിക്കുന്നത് തന്നെ നോർമലി അറിയാലോ, നമ്മൾ ബ്രീത്ത് ചെയ്തിട്ടല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഒരു പ്രഷ്യസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ബ്രീത്തിങ് ചെയ്യുക, ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക, എന്നിട്ട് ആസ്വദിക്കുക. ഒപ്പം ഈ സൂര്യ നമസ്കാരം ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരുപാട് പേർക്ക് അറിയാം സൂര്യ നമസ്കാരം. അതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് കൃത്യസമയമുണ്ടോ? ഇപ്പൊ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ രാവിലെ ചെയ്യണം എന്നാണല്ലോ നമ്മുടെ മനസ്സിൽ. അങ്ങനെ രാവിലെ തന്നെ ചെയ്യണം എന്ന് ഉണ്ടോ? നോർമലി ഞാൻ പറഞ്ഞില്ലേ, ഒരു 4:30 to 5 ഇൻ ബിറ്റ്വീനിൽ വരുന്ന ബ്രഹ്മമുഹൂർത്തത്തിലാണ് നോർമലി നമ്മളിപ്പോ സൂര്യ നമസ്കാരം. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മൾ ടൈമിൽ ചെയ്യും. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ആണത്. ആ ടൈമിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും നമുക്ക് ചെയ്യാതൊരു ഓപ്ഷൻ ഇല്ലല്ലോ, മനസ്സിലായോ. അപ്പോൾ ചെയ്യാം, അതനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി, വിഷയമില്ല ചെയ്യണേന്. നോർമലി നമ്മുടെ ടൈമിംഗ് അതാണ് വരുന്നത്. ഇപ്പൊ മോർണിംഗ് ആ ഈവനിങ് ആ ടൈമിലും നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യും, അറിയാലോ. പക്ഷെ നമ്മൾ ചെയ്യാൻ നമ്മുടെ ടൈം അത് ഒരു വിഷയമാണല്ലോ. ഇപ്പോ ഈ പലരും ഈ യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെ യോഗാസനങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സസൈസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണോ? നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുമോ നമ്മൾ ഇത്തരത്തിലുള്ള യോഗകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? നോർമലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ യോഗ ചെയ്യുമ്പോഴായാലും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മൈൻഡും മസിൽസും കണക്റ്റഡ് ആണ്. നമ്മൾ എത്ര നല്ല വർക്ക്ഔട്ട്സ് ആയാലും എന്തോരം രീതിയിൽ നമ്മൾ യോഗ ചെയ്താലും നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അവിടെ ഒരു കാര്യമില്ല, മനസ്സിലായോ. അപ്പൊ നമ്മുടെ മൈൻഡ് എന്തോരം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഫേസിലും ഇപ്പൊ ബ്യൂട്ടി ആയാലും അതൊക്കെ തന്നെ റിലേറ്റഡ് അല്ലേ.
അപ്പോ മനസ്സിന്റെ സമാധാനം അല്ലെ, റിലാക്സേഷൻ ആണ് നമ്മുടെ മുഖത്തും ശരീരത്തിലും ഒക്കെ പ്രകടിക്കുന്നത്. ഒപ്പം ഈ പ്രേക്ഷകർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നുള്ളത്? ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം ആ ദിവസം മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഓരോ യോഗ ആയിക്കോട്ടെ, മറ്റേത് ഒരു എക്സസൈസ് ആയിക്കോട്ടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്രേക്ഷകരോട് അതിനെക്കുറിച്ച്, അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയാനുള്ളത്? നോർമലി നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ, ഇപ്പൊ നോർമലി നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു കാര്യമാണ് യോഗ വർക്കൗട്ട്സ്. കാരണം നമ്മൾ ഇപ്പോൾ അറിയാലോ, മോസ്റ്റ്ലി ആളുകളും പല അസുഖങ്ങളും ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഏറ്റവും കൂടുതൽ അസുഖങ്ങളാണ് ഇപ്പോൾ ഇല്ലേ. അപ്പൊ നോർമലി നമ്മൾ ഇത് നമ്മുടെ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വർക്കൗട്ട്സും അതുപോലെ യോഗ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് ഒരു പാഷനായിട്ട് കൊണ്ടുപോയി അത് ഡെയിലി കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണെങ്കിലും നോർമലി നമ്മൾ യോഗ ചെയ്യുമ്പോൾ, ഇപ്പൊ മെഡിറ്റേഷൻ ആണെങ്കിൽ പോലും നമ്മളത് ഡെയിലി ചെയ്യുക, അത് ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ നോർമലി ഞാൻ പറയില്ലേ, നമുക്ക് അടുത്ത ദിവസം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇന്നുള്ളൂ എന്ന് വിചാരിച്ച് തന്നെ മാക്സിമം ഹാപ്പി ആയിട്ട് പോകാം. വർക്കൗട്ട്സ് ആയാലും യോഗയായാലും എല്ലാം കൊണ്ടുപോകാം. അപ്പോ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ആയിക്കോട്ടെ, അത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്വാസമായി തന്നെ കൊണ്ട് നടക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പല എക്സസൈസുകളും. എന്തായാലും ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ പ്രേക്ഷകർക്ക് പകർന്നു നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇടപ്പള്ളിയിലുള്ള ഡ്രീം വെൽനസ് സെന്ററിലാണ് ഇത്. ലേഡീസ് ഫിറ്റ്നസ് സെന്റർ കൂടിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യോഗ ചെയ്യാം. യോഗ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇവര് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.